ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ ഈ വചന ധ്യാനത്തിലേക്ക് വീണ്ടും പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോനായുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഈ വചനം നമുക്ക് പരിചിതമാണ്. യോനാ പ്രവാചകൻ രണ്ടാമതും ദൈവത്തിന്റെ കൽപ്പന ലഭിച്ച ശേഷം നിനവയിലേക്ക് പോയി ദൈവം ദേശത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുന്ന കാര്യം വിളിച്ചു പറയുന്നു. അപ്പോൾ ജനം ചെയ്യുന്ന പ്രവൃത്തിയെയാണ് 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. നിനവേക്കാർ ചെയ്തത്: 1, അവർ അവരുടെ കുറവ് അംഗീകരിച്ചു. യോന എന്ന പ്രവാചകന്റെ വാക്ക് കേട്ടതിന് ശേഷം നിനവേക്കാർ സ്വന്തം ഉള്ളങ്ങളിലേക്ക് നോക്കുകയും അവരുടെ ബലഹീനത എന്ത് എന്നും അവരുടെ ജീവിതത്തിൽ വന്ന കുറവെന്ത് എന്നും തിരിച്ചറിഞ്ഞത് അംഗീകരിക്കുകയും ചെയ്തു. തങ്ങൾക്കെതിരെ, തങ്ങളുടെ ദേശത്തിനെതിരെ വിളിച്ചു പറയുന്ന ശബ്ദത്തെ നോക്കി വിലയിരുത്തുവാനല്ല ശ്രമിച്ചത്. ആ ശബ്ദത്തിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് സ്വയം അവരെ തന്നെ പരിശോധിക്കുകയാണ് ചെയ്തത്. കുറവ് അംഗീകരിക്കുക, നമ്മുടെ ബലഹീനതകളെ അക്സെപ്റ്റ് ചെയ്യുക. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ബലഹീനതയെ അംഗീകരിക്കുമ്പോൾ ദൈവം അതിൽ നിന്ന് വിടുതൽ നൽകുവാൻ തക്കവണ്ണം കൃപ ചെയ്യും. ഇളയ മകൻ ദൂരത്തിൽ പോയ സംഭവം നമുക്കറിയാമല്ലോ. അവിടെയും ആ മകൻ അവന്റെ ബലഹീനതയെ അക്സെപ്റ്റ് ചെയ്തപ്പോഴാണ് പിതാവിന്റെ സന്നിധിയിൽ അംഗീകാരം ലഭിക്കുന്നത്. അപ്പാ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന ഏറ്റുപറച്ചിലും സ്വയം അംഗീകരിക്കുന്ന അനുഭവം. അതുപോലെ നിനവേക്കാരും ഇവിടെ അവരുടെ ബലഹീനതയെയും കുറവിനെയും ഓർത്ത് അവർ അത് അംഗീകരിക്കുന്നു. നാം നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ അംഗീകരിക്കുവാൻ തയ്യാറാകണം. 2, അവർ അംഗീകരിച്ചതിന് ശേഷം മനസ്സും ശരീരവും ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി. വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവർ ദൈവത്തിൽ വിശ്വസിച്ചു, മനസ്സുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചു. 2ാമത് പറയുന്നു, ഒരു ഉപവാസം പ്രസിദ്ധമാക്കി രട്ടുടുത്ത് ദൈവസന്നിധിയിൽ അവർ ഇരിക്കുമ്പോൾ അത് അവരുടെ ശരീരത്തെ വിനയപ്പെടുത്തുന്ന അനുഭവമാണ്. ദൈവത്തിൽ വിശ്വസിച്ചു എന്ന വാക്യം വ്യക്തമായി പറയുന്നത് അവരുടെ മനസ്സിൽ അതിനെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദേഹം, ദേഹി ദൈവസന്നിധിയിൽ ഒരുപോലെ വിനയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ജഡത്തിനുള്ളത് വെടിഞ്ഞ് ആത്മീകമായതിലേക്ക് വളരുവാൻ ദൈവം കൃപ തരും. 3, അനുതാപം അവർ എല്ലാവർക്കും ബാധകമാക്കി. ചില കാറ്റഗറി തിരിച്ച് ഇന്ന പ്രായത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ന പ്രായത്തിലുള്ളവർക്ക് എന്ന് തരം തിരിക്കാതെ അവർ അനുതാപം എല്ലാവർക്കും ബാധകമാക്കി. വചനം ഇങ്ങനെ പറയുന്നു: വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ആരെയും ഒഴിവാക്കി, ചെറിയവരും വലിയവരും. നമ്മുടെ ജീവിതത്തിലും പാപം ഉണ്ട് എങ്കിൽ വലിയവരെന്നോ ചെറിയവരെന്നോ കൺസെഷൻ നമുക്ക് ദൈവസന്നിധിയിൽ ഇല്ല എന്ന കാര്യം ബോധ്യമുണ്ടാകണം. പാപം എല്ലാവർക്കും ഒരുപോലെ ദൈവസന്നിധിയിൽ കണക്കിടുന്ന അനുഭവമാണ്. അതുകൊണ്ട് ചെറുതോ വലുതോ ആയ പാപങ്ങൾ, ചെറിയവരോ വലിയവരോ ആയ വ്യക്തികളിൽ അതുണ്ട് എങ്കിൽ ഏറ്റുപറയുവാനും അനുതപിക്കുവാനും നിനവേക്കാരെ പോലെ ദൈവത്തോട് നിലവിളിക്കുവാനും സാധിക്കണം. ദൈവം ഈ വചനത്തിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ശരിയായ ഒരു മടങ്ങി വരവ് അങ്ങ് ഞങ്ങൾക്ക് സാധ്യമാക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുവാനും കർത്താവെ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ദൈവസന്നിധി വിനയപ്പെടുത്തുവാനും ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ അനുതാപത്തെ ബാധകമാക്കുവാനും അവിടുന്ന് കൃപയരുളേണം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണം. കേൾക്കണം പിതാവേ. ആമേൻ.